ഇപ്പോൾ പുറത്തുവരുന്നൊരു വാർത്ത. പത്തനംതിട്ട റാന്നിയിൽ ഗ്യാസ് ശ്മശാനത്തിൽ നിന്ന് തീ പടർന്ന് അപകടമുണ്ടായി. സംസ്കാര ചടങ്ങിനിടെ കർപ്പൂരം കത്തിച്ചപ്പോൾ തീ പടരുകയായിരുന്നു. പുതമൺ സ്വദേശി ജിജോ പുത്തൻപുരയ്ക്കലിന് പൊള്ളലേറ്റു എന്നാണ് ലഭിക്കുന്ന വിവരം. എ വി ജയശങ്കർ പത്തനംതിട്ടയിൽ ചേരുന്ന കൂടുതൽ വിവരങ്ങളുമായി. ജയശങ്കർ, അതീവ സുരക്ഷയോടെയാണ് ഈ ഗ്യാസ് ക്രിമറ്റോറിയത്തിലൊക്കെ ഈ ചടങ്ങുകളൊക്കെ നടക്കാതെ അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടത്. എന്താണ് സംഭവിച്ചത്? ഇയാളുടെ പരിക്ക് ഗുരുതരമാണോ? പ്രജിൻ, ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഒരു സംഭവം. ആ ദൃശ്യങ്ങൾ തന്നെ നമ്മൾ കാണുമ്പോൾ അത് ഭയങ്കരധികം ഞെട്ടിക്കുന്നതാണ്. ഈ സംസ്കാര ചടങ്ങുമായി ബന്ധപ്പെട്ട് ഈ ക്രിമിയേറ്ററിൽ നിന്ന് തീ പടരുകയായിരുന്നു. കർപ്പൂരം, ഈ സംസ്കാര ചടങ്ങുകളുടെ ഭാഗമായി കർപ്പൂരം കത്തിച്ചപ്പോഴാണ് ഇത്തരത്തിൽ ഇതിൽ നിന്ന് തീ ഇങ്ങനെ ആളിപ്പടരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഈ പുതുമൺ സ്വദേശി ജിജോ പുത്തൻപുരയ്ക്കലിനാണ് ഈ അപകടത്തിൽ പൊള്ളലേറ്റിരിക്കുന്നത്. ജിജോയുടെ അടുത്ത ബന്ധുവിന്റെ സംസ്കാര ചടങ്ങിന് വേണ്ടിയായിരുന്നു ഇദ്ദേഹം ഇങ്ങനെ ഇതിലേക്ക് ഈ ഗ്യാസ് ചേമ്പറിലേക്ക് ഇങ്ങനെ കർപ്പൂരമൊക്കെ ഇങ്ങനെ കത്തിക്കാനുള്ള ശ്രമം നടത്തി. ആ ഘട്ടത്തിലാണ് ഇങ്ങനെ തീ ആളിപ്പടരുന്ന ഒരു സംഭവം ഉണ്ടായത്. എന്തായാലും ജിജോയ്ക്ക് ഗുരുതരമായ പരിക്കുകൾ ഇല്ല എന്നാണ് പ്രാഥമികമായി നമുക്ക് ലഭ്യമാകുന്ന വിവരം. അദ്ദേഹത്തിന്റെ ആരോഗ്യനില തൃപ്തികരമാണ്. പക്ഷേ ആ ദൃശ്യങ്ങൾ അത് വളരെയധികം ഞെട്ടിക്കുന്നതാണ്. പെട്ടെന്ന് അതിവേഗത്തിൽ തീ ഇയാളുടെ മേത്തേക്ക് ഇങ്ങനെ വിഴുങ്ങുന്ന തരത്തിൽ ആളിപ്പിടിക്കുന്ന സാഹചര്യമായിരുന്നു. എന്തായാലും ജിജോയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ആശ്വാസകരമാണ്. പക്ഷെ അപ്പോൾ പോലും ഇത്തരത്തിലുള്ള ശവസംസ്കാരം നടക്കുന്ന സ്ഥലങ്ങളിൽ കുറച്ചുകൂടി അകലവും ഒപ്പം തന്നെ ജാഗ്രതയും സുരക്ഷയും ഒക്കെ പാലിക്കണമെന്ന ഒരു മുന്നറിയിപ്പും സന്ദേശം കൂടിയാണ് ഈ അപകടം നൽകുന്നത്. എന്തായാലും അപകടത്തിൽ പരിക്ക് പറ്റിയ ജിജോയ്ക്ക് വലിയ ഗുരുതരമായ പ്രശ്നങ്ങളില്ല എന്നത് ആശ്വാസം നൽകുന്നു. അപ്പോൾ പോലും സുരക്ഷ കുറച്ചുകൂടി വേണമെന്നൊരു മെസ്സേജ് കൂടി ഈ ഒരു സംഭവം എന്തായാലും നൽകുന്നുണ്ട്. തീർച്ചയായിട്ടും ജയശങ്കർ പറഞ്ഞതാണ്. അതിൽ അതീവ സുരക്ഷയോടുകൂടി തന്നെയാണ് ഈ ഗ്യാസ് ക്രിമറ്റോറിയത്തിലൊക്കെ തന്നെ ഇത്തരം കാര്യങ്ങൾ ചെയ്യേണ്ടത്. അതിൻ്റെ ഒരു തെളിവാകുകയാണിത്. വളരെ പെട്ടെന്ന് തന്നെ തീ പടർന്നു പിടിക്കുകയായിരുന്നു. അത്ഭുതമാണ് അങ്ങനെ വലിയ പരിക്കുകളില്ലാതെ അയാൾ രക്ഷപ്പെട്ടത്.